ഡോക്ടർ, അതേപോലെ ഇതൊരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാലഘട്ടമാണ്. പലരും സൂയിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. നമുക്കപ്പോൾ സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ഒരു ചോദ്യം കേൾക്കാം. ഹായ് ഡോക്ടർ, എൻ്റെ പേര് അച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് ആളുകൾ കംപ്ലീറ്റ്ലി നല്ല സ്ട്രെസ്സിലാണ്. കാരണം പുറത്ത് പോകാൻ പറ്റുന്നില്ല, പ്രോഗ്രാംസ് ഒന്നും ചെയ്യുന്നില്ല, ഒരു ആക്ടിവിറ്റീസ് ഇല്ലാത്ത കുറേ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഇൻട്രോവേർട്ടായ ആൾക്കാർ കൂടുതൽ ഇൻട്രോവേർട്ട് ആവുകയും അല്ലാതെ പബ്ലിക്കലി ഇറങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർ ഒറ്റയ്ക്കിരുന്നിരുന്ന് കുറേ ഇൻട്രോവേർട്ടായി പോകുന്ന അവസ്ഥകളിലേക്ക് പോയത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കുറച്ചൊക്കെ കെയർ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു, കുറേയൊക്കെ ഹൈജീനിക് ആവാൻ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നമ്മളൊരു മെൻ്റൽ രീതിയിൽ മീൻസ് കോവിഡിൻ്റെ ഒരു മാറിക്കഴിഞ്ഞ സമയത്ത് എങ്ങനെയായിരിക്കും ആളുകൾക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? കാരണം ഇനി പുറത്തിറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവുമോ? എന്താണ് ഡോക്ടറിന് തോന്നുന്നത്? ശരി ഇഷ്മ, വളരെ ഒരുപക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാരുടെ മരണനിരക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ അസുഖങ്ങളുടെ പറയുമ്പോഴോ ഒക്കെ അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്തത് ഈ മാനസിക പ്രയാസങ്ങളാണ്. അതിൻ്റെ ഒരു തുടക്കം മുതലെടുക്കാം. എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊരു പറയുകയുണ്ടായി, ഈ നമ്പറുകൾ കാണിക്കുന്ന ഒരു ടെക്നിക്ക്. ഒരു സാധാരണക്കാരനെ എല്ലാവരും രാവിലെ മുതൽ കഴിഞ്ഞൊരു 10 മാസമായിട്ട് നോക്കുകയാണ്, ഓരോ ദിവസം എത്രയായി എന്താണെന്ന് നോക്കാൻ കാരണം നമ്മൾ ഉണ്ടാകുന്നൊരു ഫിയർ ഫാക്റ്റാണത്. ഇത്രയും പേര് വന്നു, ഇനി ഇത്രയും പേര്, നാളെ ഇത്രയും പേര് മരിച്ചു. അങ്ങനെ ഒരു ഫിയർ, അൺനെസറി ആയിട്ടൊരു ഫിയർ ഈ മീഡിയ കുറ്റം പറയുകയല്ല, ബട്ട് ദെൻ അത്രയും മാത്രം അത് സ്പ്രെഡ് ചെയ്തത് കൊണ്ട് എവരി വൺ ഈസ് അറ്റ് ഫിംഗർ ടിപ്സിൽ നിൽക്കുകയാണ്. നമുക്ക് നാളെ എനിക്കാണോ ഇത്, വന്നാൽ ഞാൻ മരിക്കുമോ, ഇതാണ് കൺസെപ്റ്റ്. അപ്പം ഒരു അസുഖം വന്നു, അതിന് മരുന്നില്ല, വന്നാൽ മരിച്ചു പോകും, ഇങ്ങനെയൊക്കെ ഒരു തെറ്റായ ഒരു മെസ്സേജ് വലുതായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്തു ഇനിഷ്യലി തന്നെ. അത് കേട്ടില്ല എന്നോ ഞാൻ കണ്ടില്ല എന്നോ അറിഞ്ഞില്ല എന്നോ നമ്മൾ കണ്ണടച്ചുകൊണ്ട് കാര്യമില്ല, നമ്മുടെ എല്ലാവരും ചെവിയിലത് വന്നു. ആക്ച്വലി തെറ്റായിരുന്നു. കാരണം ലെസ് ദാൻ 1% മോർട്ടാലിറ്റി ചാൻസ് ഉള്ള ഒരു രോഗത്തിനെയാണ് ഇത്രമാത്രം നമ്മൾ ഭയന്ന് കളഞ്ഞത്. ഇപ്പം മരുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജലദോഷം എന്തും മരുന്നാണ് ഉള്ളത്, ഫ്ലൂവിന് എന്തും മരുന്നാണ് ഉള്ളത്, ഒന്നുമില്ല, തനിയെ വന്ന് പോകും, അത്രയേ ഉള്ളൂ. ഇതും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സ്പ്രെഡ് ഇത്രയും പെട്ടെന്നൊരു പാൻഡമിക് വന്നതുകൊണ്ട് ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്തു. എല്ലാ പാൻഡമിക്കും ഫിയർ ക്രിയേറ്റ് ചെയ്യും. കാരണം ഒരുമിച്ച് ഒരു ലോകത്ത് ഇത്രയും പേർക്ക് വരുമ്പോൾ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യും മനുഷ്യൻ്റെ മനസ്സിൽ. അപ്പം ഇതെനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമോ എന്നൊരു ഭയമാണ് മനുഷ്യനുണ്ട്. അപ്പം വന്ന് പോസിറ്റീവ് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. കാരണം പോസിറ്റീവ് ആയാൽ ഞാൻ മരിച്ചു പോകും. അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി കഴിഞ്ഞാൽ അന്നു മുതൽ ഫിയറാണ്. എന്താ, ഞാൻ ഇന്ന് രാത്രി മരിക്കുമോ, നാളെ മരിക്കും. ഈ ഒരു ഫിയർ മനുഷ്യന്, അത് മരണ ഭയം എന്നുള്ളതൊരു ചെറിയ ഭയമല്ല. അപ്പം ഈ ഒരു ഫിയറാണ് മനുഷ്യനെ ആ കാലത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കുന്നത്. ആൻഡ് അത് ഇവരാരും മാനസിക രോഗികളല്ല, കോമൺ മെനാണ്. പക്ഷെ അവർക്ക് പോലും ഈ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരും, എനിക്ക് തിരിച്ച് ഇനി നാട്ടുകാരെ കാണാൻ പറ്റാതായി പോവോ, വീട്ടിൽ പോകാൻ പറ്റാതാവും, ഇതൊരു വലിയൊരു ഫിയർ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഇടയിൽ ഇവിടെ ബഹ്റൈനിലും ബാക്കി മിഡിൽ ഈസ്റ്റിലും എല്ലാം പുറം നാട്ടിലും ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. സഡനായിട്ട് എല്ലാം അടച്ചു, എനിക്കൊരു രക്ഷപ്പെടാൻ ഇനി ഒരു ചാൻസ് ഇല്ല, ഞാൻ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു ഫീല് അധികം പേരിലും ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിരുന്നു. അപ്പം മറ്റേതായിരുന്നെങ്കിൽ എനിക്ക് പക്ഷേ നാട്ടിൽ പോകാമായിരുന്നല്ലോ, ഇപ്പം പറ്റുന്നില്ല, താൻ എവിടെയോ അകപ്പെട്ടു പോയി, ഇനി രക്ഷയില്ല, ഈ ഫിയർ ആയിരുന്നു ഈ ആൾക്കാരുടെ മുഴുവൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സിംറ്റം പോലും അവർക്ക് വലിയ പ്രയാസമായിട്ട് തോന്നി. കാര്യം ഒന്ന് ചുമച്ചാൽ അയ്യോ ഇനി ശ്വാസം മുട്ടലായി മരിച്ചു. ഈ ഒരു ഫിയർ ഫാക്ടർ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നെഗറ്റീവ് ആകുമ്പോഴാണ് നല്ല ശതമാനം ആൾക്കാർ ഒന്ന് റിലീഫ്ഡ് ആവുന്നത്. നെഗറ്റീവ് ആകുമ്പോൾ ഓക്കെ എന്തോ വലിയൊരു ഒഴിഞ്ഞു കിട്ടിയ പോലെ ഉണ്ട്. എന്നാൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് പോലും ആ ഇമ്പാക്റ്റ്, ആ ഭയം ഉണ്ടായതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവരിൽ നന്നായി നിൽക്കുന്നുണ്ട്. അവർക്ക് അതിൽ നിന്നൊരു മുക്തി നേടാൻ, അതായത് ആ ഭയത്തിൽ നിന്ന് ഒന്ന് കഴിഞ്ഞ് കിട്ടാനും ഒത്തിരി പ്രയാസം പലരും അനുഭവിക്കേണ്ടായി. ഇതിന് പ്രത്യേകിച്ചൊരു ചികിത്സ എന്നൊരു ആവശ്യമില്ല. കാര്യം അവരാരും രോഗികളായിരുന്നില്ല. ഈ സമൂഹം ക്രിയേറ്റ് ചെയ്ത ഫിയറിനകത്ത് വീണുപോയതാണ്. അപ്പം ഒരു അറിവ്, കൃത്യമായൊരു നോളജ്, അതായത് ഇത് ഒന്നുമില്ല, ഒന്നും സംഭവിക്കുന്നതല്ല, നിങ്ങൾ മാറിക്കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇതുപോലും ഒരു കോംപ്ലിക്കേഷൻ, അദ്ദേഹം ചോദിച്ചതിനെ കണ്ടില്ലേ, നെഗറ്റീവായി കഴിഞ്ഞ് വെളിയിറങ്ങുമ്പോൾ എന്തെങ്കിലും ആ ഒരു ഫിയറാണ്, ഇനി എനിക്ക് എന്തെങ്കിലും ഇനിയും ഉണ്ടാകുമോ, ഒന്നും ആർക്കും ഉണ്ടാവില്ല, ഇത് കഴിഞ്ഞ് മാറി നമുക്കൊരു സാധാരണ വൈറൽ ഫീവർ വരുന്ന പോലെ വന്ന് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഡോക്ടർ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ വേണ്ടേ? ഇപ്പം ഭയത്തിൻ്റെത് മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കണോ, എനിക്കിനി നോക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു, കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണമെന്നുള്ളത്. ശരിക്കും മൈൽഡ് സിംറ്റമാറ്റിക്, ഒരു ലക്ഷണവും ഇല്ലാതിരുന്നവരാന്നിരിക്കട്ടെ, ആരോ പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി, എപ്പോഴോ ചെയ്തു നെഗറ്റീവായി, അങ്ങനെയുള്ളവർ ഒട്ടും തന്നെ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ, ഒരു ഓർഗാനെ ബാധിച്ചിട്ടില്ല അവരിൽ.
അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് ശരീരം പോലും അറിയാതെ വന്നു പോയ ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ അവരിൽ ഒട്ടും തന്നെ പേടിക്കേണ്ട, അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് നടക്കാം, ഒട്ടും ഭയക്കേണ്ട. ബാക്കിയുള്ളവരും ഭയക്കണമെന്നല്ല. ബാക്കിയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, ആർക്ക് ഒരു പക്ഷേ ന്യൂമോണിയ വന്നയാളാന്നിരിക്കട്ടെ, അയാൾക്കൊരു ന്യൂമോണിയ ഒരു കോംപ്ലിക്കേഷൻ വന്ന ഒരാളാണ്. അവരാണെങ്കിൽ അത് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവരൊരു റിപ്പീറ്റ് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയോ ഡോക്ടറിനെ കാണണം. കണ്ടിട്ട് അവരുടെ സ്റ്റാറ്റസ് എങ്ങനെയെന്ന് അസസ് ചെയ്ത് നല്ലതാണ് കോംപ്ലിക്കേഷൻ വന്നവർക്ക്. അല്ലാത്തവർക്ക് ആർക്കെന്തിനും ഒരു ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും പ്രധാനം ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലയോ, ഒരു മരണഭയം വന്നുപോയ ആൾക്ക് കഴിഞ്ഞിറങ്ങിയിട്ട് ഒരു റിലീഫ് കിട്ടിയിട്ടില്ല. അവർ നോർമലായിട്ടുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അവർ മനസ്സിലാക്കണം അവർക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇത് ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തൊരു ഫിയറിനകത്ത് അവർ പെട്ടുപോയതാണെന്ന് മനസ്സിലാക്കി പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചിൽ മുമ്പോട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഒരു സൈക്യാട്രിക് അല്ലെങ്കിൽ ഒരു സൈക്കോളജി ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. 99% അവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണ്. കാരണം നമുക്കിപ്പോൾ കുറേ നാൾ നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നുണ്ട്, നല്ല ശതമാനം ആൾക്കാരും അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് ഇത് മാത്രം മതി. ഡോക്ടർ, അപ്പോൾ ഹെൽത്തി ബോഡി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഹെൽത്തി മൈൻഡും അല്ലേ? അതെ, ഹെൽത്തി മൈൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ലൈക്ക് ഹെൽത്തി ബോഡി യു നീഡ് ടു ഹാവ് ഹെൽത്തി മൈൻഡ്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈവൻ എനിക്ക് പോലുള്ളൊരു ഡൗട്ടാണ്. Hi doctor, this is Dipshika Borua. My question is, nowadays there is a sudden decrease in infectious disease like fever, allergy, etc. What is the reason behind it? Thank you. Well, Rashman, that is a very genuine question. Basically, this question is aimed at hospitals and doctors. Like, there has been a saying that maybe some malpractice are going on in hospitals, that they have been treating unnecessarily, and lots of myths around going. Why now people are not having infections? I would like to tell you, see, it's good news that you are not having infections, right? It's a good news that none of you are not getting recurrent infections. You are not visiting hospitals. It's a good thing. So what happened all of a suddenly? Literally nothing happened. Only one thing happened is that many of you started to learn how to live. I'll just take you through what are the common infections which we encounter in our hospital. See, normally we come across people who come with fever. Just like children going to schools, they get a fever. One has a fever, all in this class has the fever. One goes to a hospital of a office, someone has a fever, all in the office gets a fever, cough. So they almost, many of them regularly visit you with a flu-like symptom. So the most common infection we get is a flu. Now that is not seen. Secondly, you don't come across now much of vomiting, loose stools, means those infections that is transmitted by unhygienic food practices. These were the two common infections that was there in hospitals, which now we don't see. Now the question is why you don't see it? No, the answer is very simple. All these flu-like illnesses, or all even this bacterial infections, it spread through air, means through the droplets, I mean.
So now you're wearing a mask. When you're wearing a mask, actually you're aiming to protect you from COVID, but actually when you're wearing a mask, it is protecting you from other infections also. See, that is what I said. Even in the previous episode I mentioned that we are now supposed to leave ahead. We have to move forward and we must learn something from this disease. What was that? Protect yourself, not just from COVID, but from other infections also. So when you're wearing a mask, when you're protecting yourself, you are not contracting these infections from other people. So less number of infections, less hospital visits. That is one thing. Second, now all of you are using hand sanitizers. Very good thing to see that hand sanitizers are used very often. I still remember that previously when we had cholera episodes in India, or we had leptospirosis, or when we had such infections like such calamities like floods, we always asked people to regularly wash your hands. So washing hands was always practiced and always suggested, but very less people followed it. Who washed their hands? No one washed their hands. But now look what has happened. Now After the people are COVID has more come, you always keep washing your hands. I don't know whether it's too good or bad, but still, of course, it's so good that you are not contracting any such unhygienic diseases or diseases born through unhygienic practices. Because now you don't take something which is dirty. You always wash your hands so that your hands does not carry any organism. So you are not getting any abdominal infections. You are not getting any loose stools. Moreover, you find that now you don't go out restaurants very often. You're careful whether it is good food. You're looking at this person who is serving, is he hygienic? All of you have this thought of hygienic in your mind. That is the reason why you're not having any GI infections. Less infections, less hospital visits. So what has happened? The hospital sector or the healthcare has done nothing. The common man has learned to live. Now, if you practice this, you will no more have such infections. You will have very less visits, and it's good for the society and good for the world. ഡോക്ടർ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലേ? ഫാമിലിയായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, അതുപോലെ എല്ലാവരും മോർ ഹൈജീനിക്കായി. അതൊക്കെ ഒരു ശരിക്കും ഈ ഫാമിലിയായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ആരെങ്കിലും ഊഹിച്ചിരുന്നു ഇത്രയൊക്കെ സമയം നല്ല കാര്യം. ഡെഫിനറ്റ്ലി അതൊക്കെ ഒരു പരിധിവരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഹൈജീൻ വളരെ വളരെ ഉപയോഗകരമായ കാര്യമായിരുന്നു, സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡോക്ടർ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതൊരു വാക്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നമുക്ക് കേൾക്കാം. I'm Vinod. We are hearing a lot about this coronavirus vaccine, which is coming on the way for pretty longer time. I would like to know what will be the impact of this particular vaccine. Is it like an anti-influenza virus vaccine? What will be the impact across the world on this? Please explain. It will be grateful for all of us. Thank you. Yes, Ashma, that's also a very good question to wind up, basically, because now the world is looking forward, or everyone is running after a vaccine. What is to come? എല്ലാവരും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഡെഫിനറ്റ്ലി എല്ലാവരുടെയും ആകാംക്ഷ ഇതാണ്. ഇപ്പം നാളെ ഇതാണല്ലോ കാര്യം, മരുന്നില്ല, ഇത് വന്നിട്ട് വേണം. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, വാക്സിൻ വരണം, അത് ഉപയോഗിക്കണം. പക്ഷേ ഇപ്പോൾ കുറച്ച് വിദ്യാധാരണ മനുഷ്യൻ്റെ കയ്യിലുണ്ട്, കുറേ വാർത്തകൾ വരുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ തുറന്നു പറയുകയാണെങ്കിൽ ഇതുവരെയും ഒരു വാക്സിനും തന്നെ WHO അപ്രൂവ്ഡ് ആയിട്ടില്ല. വാക്സിൻസ് പല ഫേസ് ട്രയലിലൂടെ പോകണം. ഫേസ് 0 മുതൽ ഫേസ് 3 കഴിഞ്ഞ് അപ്രൂവൽ കിട്ടണം. അതിൽ നോക്കുവാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും മുൻപന്തിയിലുണ്ട്. 152 ട്രയൽ അങ്ങോട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് ഓൾറെഡി എല്ലായിടത്തുമായിട്ട്. അമേരിക്കയൊക്കെ ഫ്രണ്ടിലുണ്ട്, അതുപോലെ തന്നെ ചൈന കമ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലും നമുക്ക് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് 3 എന്ന് പറഞ്ഞാൽ അപ്രൂവൽ കിട്ടുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ട്രയൽ, ഫേസ് 3 ട്രയൽ നടത്തുന്ന ആദ്യത്തെ കൺട്രി ബഹ്റൈനാണ്. WHO അപ്രൂവ്ഡ് ഫേസ് 3 എത്തിയത്. അതൊരു വലിയ നേട്ടമാണ്. ബഹ്റൈനിലാണ് നമുക്ക് ട്രയൽ നടത്തുന്നത്. ഓൾമോസ്റ്റ് 6000-ലധികം പേരിൽ നമുക്ക് ബഹ്റൈനിൽ നമ്മൾ ട്രയൽ നടത്തുന്നുണ്ട്, വാക്സിൻ ട്രയൽ. അപ്പം എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഈ വർഷം അവസാനമോടെയോ അല്ലെങ്കിൽ മിഡ് ഓഫ് 2021 അത് വരുമെന്നാണ്. നമുക്കെല്ലാം ശുഭാപ്തിവിശ്വാസത്തോടെ ഇരിക്കാം. പല വാർത്തകളും പൊങ്ങിയും താങ്ങിയൊക്കെ വരും, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. ആധികാരികമായ വാർത്ത വരുന്നവരെ നമുക്കൊരു നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, വാക്സിൻ വരട്ടെ, എന്നേക്കുമായി നമുക്ക് ഈ കോവിഡിൽ നിന്ന് മുക്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനേക്കാളിലൊക്കെ ഉപരി നമ്മൾ വാക്സിൻ അത് സൈഡിൽ കൂടെ വന്നോട്ടെ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മളുടെ എഫേർട്ടാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു സ്വഭാവം, നമ്മളിങ്ങനെ കസേരമേ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടട്ടെ അതിന് മാറിയിട്ട് ഇപ്പം നമ്മൾ ധാരാളം എഫേർട്ട് ഇടുന്നുണ്ട്, യാതൊരു സംശയമില്ല. കേരളം മലയാളികളും ബാക്കി ഏത് രാജ്യത്തെക്കാളും നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ എഫേർട്ട് എന്തിനു വേണ്ടി, മാസ്ക് ധരിക്കാനുള്ളതും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഹാൻഡ് ഹൈജീനും നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മളിത് വിട്ട് കളയില്ല. ഇനിയിപ്പം കോവിഡ് കുറഞ്ഞാലും കൂടിയാലും വിട്ട് കളയില്ല എന്ന്. കാരണം അത് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുകയുണ്ടായി ആ ആദ്യത്തെ ഗ്രാഫ്. ഒരു പക്ഷേ ഇപ്പം നമുക്കിവിടെ കാണിക്കാം. അതായത് ആ ആദ്യത്തെ ഗ്രാഫിൽ കണ്ടോ, ബഹ്റൈനിലെ ആ ഒരു നമ്പർ നോക്കൂ. ഇതൊരു ഏറ്റവും നല്ല പാഠമല്ലേ. അതായത് നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ട്
ഒരു പക്ഷേ ഒരു ആഴ്ച കൊണ്ട് നമുക്കൊരു ഇച്ചിരി നമ്മൾ പഴയത് പോലെ 2019 നമ്മളെങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു ഭാഗമാണ് പെട്ടെന്ന് ഒരു ഫലമായിട്ടാണ് പെട്ടെന്ന് ഇത്രയും ഒരു കയറ്റം ഉണ്ടായത്. അത് ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു പാഠമാണ്. അതായത് വാക്സിൻ വന്നാലും ഇല്ലെങ്കിലും നമ്മൾ അസുഖം വരാതിരിക്കാനും വന്നവർ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ചൈനയ്ക്ക് ആ ഒരു പ്ലേറ്റ് ഓഫ് ഫേസ് കണ്ടില്ലേ, ഒരു കേസ് പോലും ഇല്ലാതായതുപോലെ തന്നെ ബഹ്റിനിലും ഇന്ത്യയിലും ബാക്കി എല്ലായിടത്തും നമ്മുടെ എല്ലാവർക്കും ഈ ഒരു ഫേസിൽ എത്താൻ കഴിയും. വാക്സിൻ വന്നാലും വന്നില്ലെങ്കിലും എത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ഗ്രാഫ്. അപ്പം എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ മെഷേഴ്സും അഡ്ഹർ ചെയ്തുകൊണ്ട് എല്ലാ പ്രിവെൻറ്റീവ് മെഷേഴ്സും, മാസ്ക് ധരിക്കുന്നതാണെങ്കിലും ഹാൻഡ് വാഷിംഗ് ആണെങ്കിലും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് റെഗുലർ ടെസ്റ്റ് ചെയ്യേണ്ടത് ടെസ്റ്റ് ചെയ്യുക. അസുഖത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ധാരണകൾ മാത്രം മനസ്സിൽ വെക്കുക. ഈ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം നല്ലതാണ്, പക്ഷെ അതിന് നല്ല ഭാഗം മാത്രം എടുത്തിട്ട് ആധികാരികമായിട്ടുള്ള മെസ്സേജസ് മാത്രം ഫോളോ ചെയ്ത് നല്ല ഹെൽത്തി മൈൻഡോടെ നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതെല്ലാം ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രയും വേഗം ഈ ഒരു സ്റ്റേജ്, ആർക്കും അസുഖം ഉണ്ടാകാത്ത ഇല്ലാതെ മാറിയ കോവിഡ് പൂർണ്ണമായിട്ട് മാറിയ ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷയോടെ നോക്കി കാണാം. താങ്ക് യു ഡോക്ടർ. ഏതായാലും BMC ഗ്ലോബൽ ലൈഫ് ഹെൽത്ത് വേൾഡ് സെഗ്മെൻറ്റിനും ടീമിനും പ്രത്യേകമായി രേഷ്മയ്ക്കും ഒരു വലിയ നന്ദി നേരുന്നു. അതുപോലെ തന്നെ എൻ്റെ പേരിലും അൽ ഹിലാൽ ഹോസ്പിറ്റലിൻ്റെ പേരിലും എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും കേട്ട എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ആരോഗ്യരംഗത്തെ മറ്റൊരു വിദഗ്ധനുമായി നമുക്ക് BMC ഗ്ലോബൽ ലൈവ് ഹെൽത്ത് വേൾഡിൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഒരിക്കൽ കൂടി BMC ഗ്ലോബൽ ലൈവ് FB പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ രേഷ്മ രാജേഷ്. നന്ദി, നമസ്കാരം.